Now I would like to warmly welcome Mr. K.V. Abubakar, Assistant Administrator of JNE, to join us for felicitation. Assalamualaikum. Alhamdulillahi Rabbil Alamin. Wassalatu wassalamu ala ashrafil anbiya wal mursalin wa ala alihi wa sahbihi ajma'in. സ്നേഹത്തോടെ ഇവിടെ ഡയസിലുള്ള നമ്മുടെ വിശിഷ്ടാതിഥികൾ, സയൻറ്റിസ്റ്റുകൾ, അതുപോലെ ജാമിയ നദിവിയയുടെ ഡയറക്ടർ, ട്രസ്റ്റ് ബോർഡിലെ വളരെ ആദരണീയരായ വ്യക്തിത്വങ്ങൾ, അതിലേറുപരിയായി പുറത്തു നിന്നുള്ള സ്കൂളുകളിൽ നിന്ന് വന്ന വിദ്യാർത്ഥികളായ ഗവേഷണ കുതുകികളും ഈ കൊളോക്യത്തിനെ വളരെ നല്ല രീതിയിൽ സമീപിക്കാൻ വേണ്ടി അപ്രോച്ച് ചെയ്യാൻ വേണ്ടി വന്ന വിദ്യാർത്ഥികളെ, ചെറിയൊരു കാര്യം പറഞ്ഞ് ഞാൻ നിർത്താം. വലിയൊരു ചർച്ചയ്ക്ക് തുടക്കമിടുകയാണ് ഇവിടെ. ക്യൂരിയോസിറ്റിയോടുകൂടി ആയിരിക്കണം നിങ്ങളെല്ലാവരും ഇരിക്കേണ്ടത്. ഒരു കൊളോക്യത്തിൽ പങ്കെടുക്കുന്നതുകൊണ്ടുള്ള ഗുണം, നിങ്ങൾക്ക് സയൻറ്റിസ്റ്റുകളുമായിട്ടും അതുപോലെ തന്നെ റിസർച്ചറുമായിട്ടും ഒരു നെറ്റ്വർക്ക് ഒന്നാമതായി രൂപപ്പെടുത്തിയെടുക്കാൻ കഴിയും. ഇനിയുള്ള കാലം നിങ്ങൾ വെറും ഒരു ഡിഗ്രി ഹോൾഡറായിട്ട് കാര്യമില്ല. ഗവേഷണാത്മകമായി നിങ്ങളുടെ റിസർച്ചുകളില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു കാലഘട്ടത്തിലേക്കാണ് ഇനി പോകുന്നത്. ഏറ്റവും ചുരുങ്ങിയത് നിങ്ങളൊരു PhDക്ക് ഒരു പോസ്റ്റർ പ്രസൻറ്റേഷന് വേണ്ടി എങ്ങനെ തയ്യാറെടുക്കാം, അതിനേത് സമീപനമാണ് സ്വീകരിക്കേണ്ടത് എന്നെല്ലാം ഇത്തരം സെമിനാറുകൾ, ഇത്തരം കൊളോക്യങ്ങൾ നിങ്ങളെ സഹായിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. നിങ്ങൾ ആദ്യമായി നമുക്ക് വേണ്ടത് ക്യൂരിയോസിറ്റിയാണ്. ക്യൂരിയോസിറ്റി ഉള്ള എല്ലാവർക്കും ഒരു രൂപത്തിൽ അല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ ആ രൂപത്തിൽ സമീപിക്കുന്ന ചിന്തയാണ് ഒരു സയൻറ്റിസ്റ്റാക്കി തീർക്കുന്നത് എന്നാണ് നമ്മളിവിടെ കേട്ടത്. ആ ഒരു ആകാംക്ഷ ഉണ്ടാകണം. അതുകൊണ്ട് എന്ത് ചിന്തിക്കാൻ, അതുകൊണ്ട് എനിക്കെന്താ കാര്യം എന്ന് ചിന്തിക്കുന്നതിലുപരി ഒരു ക്യൂരിയോസിറ്റിയോടുകൂടെ സമീപിക്കണം എന്നാണ്. ഞാൻ ഈ അടുത്ത കാലത്ത് ഒരു മാഗസിനിൽ ഈ നീലക്കുറിഞ്ഞ് പൂക്കുന്നതിനെക്കുറിച്ച് 12 വർഷത്തിൽ നീലക്കുറിഞ്ഞ് പൂക്കുന്നുണ്ട് എന്നാണ്. അതിൻ്റെ ഗവേഷണവുമായി ബന്ധപ്പെട്ട് ആർട്ടിക്കിളുമായി ബന്ധപ്പെട്ട ഒരാൾ എഴുതിയ അദ്ദേഹത്തിൻ്റെ മാഗസിനിൽ ഒരു ഗവേഷണത്തിന് തുടക്കം കുറിച്ചു എന്നാണ്. എല്ലാ വസ്തുക്കളുടെയും ഉള്ളിൽ ഒരു ടൈമർ ഉണ്ട് എന്നാണ്. 12 വർഷത്തിലാണ് നീലക്കുറിഞ്ഞ് പൂക്കാറുള്ളത്. ഈ ഒരു ടൈമർ എല്ലാ വസ്തുക്കളുടെയും ഉള്ളിൽ ഇത്തരം ഒരു ടൈമർ ഘടിപ്പിച്ചിട്ടുണ്ട് എന്നാണ്. അതിനും വലിയ രസം, ആ നീലക്കുറിഞ്ഞ് പൂത്താൽ 2ാമത്തെ ദിവസമാണത്തിൽ ഒരു പ്രത്യേക തരം തേനീച്ച ആ നീലക്കുറിഞ്ഞ് പൂവിലെ തേൻ നുകരാൻ വരാറുള്ളത്. കാരണം നീലക്കുറിഞ്ഞ് 12 വർഷത്തിൽ പൂത്താലും അതിൽ തേനുണ്ടാകുന്നത് 2ാമത്തെ ദിവസമാണ് എന്ന്. എല്ലാവരും ഒരു ടൈമർ ഇതിൻ്റെ പിന്നിലുണ്ട് എന്ന, എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്ന അദ്ദേഹത്തിൻ്റെ ആകാംക്ഷ, വസ്തുക്കൾക്കകത്ത് ചില ടൈമറുകൾ പ്രകൃതി അതിൻ്റെ അകത്ത് സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ്. ആ സമയത്തിനനുസരിച്ച് അത് നിശ്ചിത സമയത്ത് നിശ്ചിതമായ തോതിൽ നിശ്ചിത രൂപത്തിൽ പല ജീവജാലങ്ങളും ചെടികളും പ്രകൃതിയും അങ്ങനെയാണ് സജ്ജീകരിക്കപ്പെട്ടിരിക്കുന്നത് എന്നാണ്. ഒരു ക്യൂരിയോസിറ്റിയാണ്. ഇവിടെ മാർക്കിനെ പറ്റി പറഞ്ഞു. നമുക്കറിയാം, തോമസ് ആൽവാ എഡിസൺ അനൗപചാരിക വിദ്യാഭ്യാസത്തുള്ളൂ, ഔപചാരിക വിദ്യാഭ്യാസം അദ്ദേഹത്തിനില്ല. അനൗപചാരിക വിദ്യാഭ്യാസം എന്ന് പറയുന്ന ഒരു മേഖലയിലൂടെ അദ്ദേഹം കണ്ടെത്തി ഈ കാര്യങ്ങളെല്ലാം ഇന്നും നമ്മുടെ മുന്നിൽ പ്രകാശിക്കുന്ന ഇൻകാൻഡസെൻ്റ് ബൾബുകൾ, അതുപോലെ തന്നെയുള്ള മറ്റു പലതും അദ്ദേഹത്തിൻ്റെ കണ്ടെത്തലുകളാണ്. ശാസ്ത്രം എപ്പോഴും നമുക്ക് ക്യൂരിയോസിറ്റിക്ക് പിന്നിലാണ്. അത്തരം സമീപനമായിരിക്കണം ഇവിടെ നിങ്ങൾ സ്വീകരിക്കേണ്ടത്. അതുകൊണ്ട് നിങ്ങൾ തയ്യാറായി നിൽക്കണം എന്ന് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളൂ. ഇവിടെ പറയുന്ന സയൻറ്റിസ്റ്റുകൾ, ഗവേഷണത്തിന് തയ്യാറെടുക്കുന്ന ആളുകളെല്ലാം നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നതിൽ നിന്ന് നിങ്ങളുടെ മനസ്സിലുള്ള ഫീലിങ്ങുകളെ യഥാർത്ഥത്തിൽ യാഥാർത്ഥ്യവൽക്കരിക്കാൻ പറ്റുന്ന തലങ്ങളിലേക്ക് കൊണ്ടുപോകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതാണ് ജാമിയ നദിവ ഇത്തരം സംവിധാനങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എല്ലാവിധ ആശംസകളും നേരുന്നു. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും.